you can trust me. It's okay, it's complicated. Nervous trip over my words. You're so pretty, it hurts. Baby, I'm yours. Baby, I'm yours. Baby, I'm yours. എന്തിനാ അമ്മ, എന്തിനാച്ചാ എന്നോട് ഈ ചതി കാണിച്ചത്? എല്ലാ പ്രശ്നങ്ങൾക്കിടയിൽ എന്നെ മാത്രം ഇട്ടിട്ട് എന്തിനാ നിങ്ങൾ പോയത്? നിങ്ങളോട് ഉണ്ടായിരുന്നെങ്കിൽ എന്തെന്നും ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി കാണേണ്ടി വരത്തില്ലായിരുന്നല്ലോ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഒരു സൈഡിൽ അനിയത്തി വലിയ കൊട്ടാരത്തിലും വലിയ 2-3 നിലയുള്ള വീട്ടിലൊക്കെ കിടന്നിട്ട് ആ ഓഫനേജിൽ അവളങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ എന്തുമാത്രം ഞാൻ വിഷമിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയോ? അച്ഛനറിയോ? അതൊക്കെ ഒറ്റ സൈഡിൽ അവ അറിയാതെ ആണെങ്കിൽ പോലും ജീവന് തുല്യ സ്നേഹിച്ചു കൊടുത്ത് അവൻ തന്നെ എന്തൊക്കെയോ കാണിച്ചു വിട്ടിട്ട് എന്നെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ കാണണം. ഇതിൻ്റെയൊക്കെ ഇടയിൽ എന്നെ മാത്രം എന്തിനാ നിങ്ങൾ ഇട്ടാൻ? എന്നെ കൂടെ അങ്ങ് എടുത്തുകൂടായിരുന്നു? ഞാൻ എന്ത് ചെയ്തിട്ടാ? മറക്കാൻ പറ്റാത്തോണ്ടല്ല, മറക്കണമെന്ന് പല പ്രാവശ്യം മനസ്സിൽ വിചാരിച്ചതാ. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ തോന്നും വേണ്ട, മറക്കണ്ടെന്ന് തോന്നുന്നേക്കാളും കൂടുതൽ മറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ സത്യം. ഇപ്പൊ തന്നെ ഞാൻ എന്തിനാ അവനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത്? പല കാരണങ്ങളും പല വാക്കുകളും പല രീതിയിലുള്ള പ്രകോപനങ്ങളും ഉണ്ടായിട്ട് പോലും ഞാൻ അവനോട് എന്തെങ്കിലും വായാലെ പറഞ്ഞിട്ടേ ഉള്ളൂ. ഈ നിമിഷം വരെ ഞാൻ അവനെ വെറുത്തിട്ടില്ല അമ്മ. അമ്മയ്ക്ക് അന്ന് അറിയാമായിരുന്നല്ലോ എനിക്ക് അവനെ ഇഷ്ടമാണ്, എനിക്കൊരാളിനെ ഇഷ്ടമാണ്. ഞാനിത് ആരോടാ അമ്മ പറയുക? എന്നെ മനസ്സിലാക്കുന്നു എൻ്റെ ഫ്രണ്ട് അല്ലാണ്ട് അവനോടെല്ലാം കൂടെ പറഞ്ഞ അവൻ്റെ വിഷമമൊക്കെ ഞാനെപ്പോഴും അമ്മ കേൾക്കാം. അവന് 100 കൂട്ടം പ്രശ്നങ്ങൾക്കിടയില്ല. ഇനി ഇതൊക്കെ ഞാൻ ആരോട് പോയി പറയാനാ? അമ്മ എന്നെ പറ. എന്നിത്രയും പ്രശ്നങ്ങളെ ഇടയിലിട്ടിട്ട് എന്തിനാ അമ്മയെ പോയ? എന്താ അമ്മ അവൻ്റെ ഇത്രയ്ക്കും എനിക്കവനെ വെറുക്കാൻ പറ്റാത്ത രീതിക്ക് മാത്രം ഇതിന് മാത്രം അവനിലുള്ള? എന്നെ കാണുമ്പോൾ കടിച്ചു കയറാൻ തിന്നാൻ നിൽക്കുന്നതോ, അല്ലെങ്കിൽ എന്നോട് വെറുപ്പ് അറപ്പാന്ന് പറയുന്ന ആ വായോ, അല്ലെങ്കിൽ എന്നോട് മോശമായിട്ട് മാത്രം സംസാരിക്കുന്നവനോ, അല്ലെങ്കിൽ സ്നേഹത്തോടെ നോക്കാതെ നോക്കുന്ന ആ കണ്ണുകളോ? എന്താ എന്നെ അവനിലേക്ക് അടുപ്പിക്കുന്നത്? എനിക്കറിയില്ല. ഒരുപാട് സ്ഥലത്ത് ഞാൻ തോറ്റു, ഇനിയും തോക്കണമെന്നാണ് അമ്മ പറയുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവനെ കാണണമെന്ന് പോലും വിചാരിച്ചല്ല. അന്ന് അവിടെ എന്താ നടന്നതെന്ന് ഞാൻ അമ്മയോട് പോലും പറയുന്നതിനുണ്ട്. എന്തിനാ അമ്മ അച്ഛൻ എന്നെ വിട്ട് പോയ? അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേൾക്കാൻ. എൻ്റെ സങ്കടങ്ങളും എൻ്റെ വിഷമങ്ങളും എൻ്റെ വേദനകളും എല്ലാം. അന്നവിടെ എന്താ നടന്നതെന്ന് ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഞാൻ പറയാതെ. അതേതായാലും തമാശ. ഇവിടെ അവനോട് ക്രഷുള്ളതും അവനോട് ഭ്രാന്തമായ പ്രണയമുള്ളതുമായിട്ടുള്ള 110 പേരെങ്കിലും കാണും. എന്നിട്ടും അവരെ ആരെയും കിസ് ചെയ്യാതെ അവൻ യവനെ തന്നെ കിസ് ചെയ്യണമെങ്കിൽ സംതിങ് റോങ്. എനിക്ക് തോന്നുന്നു അപ്പൊ യവനും വലുതായിട്ട് റിയാക്ട് ചെയ്തില്ല. എനിക്കങ്ങനെ തോന്നുന്നത്. ഇവരുടെ ആ കിസ്സിങ്ങിന്റെ പവറൊക്കെ കണ്ടിട്ട് അത് തന്നെയാ തോന്നുന്നത്. എന്ത് ഗേ കപ്പിൾസ്? ദേ അലീന വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. പറഞ്ഞില്ല വേണ്ട, നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ വേണ്ട. അവര് കണ്ണുനീർ കണ്ട ശത്രുക്കളാ, പിന്നെയാണ് കപ്പിൾസ്. അവളുടെ ആവശ്യമില്ലാത്തൊക്കെ ഉണ്ടാക്കാനായിട്ട് നിന്നെ കൊണ്ട് കളഞ്ഞാൽ മതിയല്ലോ. നീ ഇതിനെല്ലാത്തിനും കാരണം. കുറെ നേരമായി അവളുടെ അതല്ലെങ്കിലും മുന്നേ അങ്ങനെയാണല്ലോ. സത്യം പറയുമ്പോ നിങ്ങളുടെ ഗ്യാങ്ങിലുള്ള എല്ലാവർക്കും വേദനിക്കും അല്ലേടി? അതെ. ഇനി ആരും കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. എന്താ കാര്യം എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ശത്രുക്കളെ പോലെ അഭിനയിച്ചിട്ട് ഞങ്ങളുടെ മുമ്പിൽ എല്ലാരും മുമ്പിൽ ശത്രുക്കൾ, എന്നിട്ടകത്ത് നല്ല BL കളിക്കായിരുന്നല്ലേ? ഞങ്ങക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഒരു കള്ളം മറിക്കാനായിട്ട് കൂട്ടുകാരെ തെറ്റം വരെ പോകുന്നു ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് കൂടുതൽ തപ്പി തടയണ്ട. മക്കളൊക്കെ പോവാൻ നോക്ക്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കേട്ടോ. അയ്യോ ആണോ? വെരി ഗുഡ്. വല്ലാത്ത കണ്ടുപിടുത്തായി പോയല്ലോ. അതും BL കപ്പിൾസ്.
ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് രണ്ടിനും എന്താ കുഴപ്പം? അവരങ്ങനെയാണെങ്കിൽ തന്നെ. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, അറിയാൻ പാടില്ലാത്തോട് ചോദിക്കാം. കണ്ടവന്റെ ജീവിതത്തിൽ കയറി ഇടപെട്ടിട്ട് നിനക്ക് രണ്ടിന് എന്താടി കിട്ടാമേ? പിന്നെ പോരാഞ്ഞിട്ട് ഈ ഒളിച്ചു വെച്ചൊരു ബന്ധം കൊണ്ടുപോകേണ്ട ആവശ്യം ഏതായാലും ഞങ്ങളുടെ ലൂക്കയ്ക്കുമില്ല. പിന്നെ ആ കാശി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവനുമില്ല. പിന്നെ ഇവിടെ ഇപ്പൊ നടന്ന ഈ കിസ്സിങ്ങും അല്ല, അതൊരു വാശി പറക്കാം. അത് നന്നായിട്ടറിയാം. അവനായിട്ട് കൊടുത്ത ടയറിന് അവനായിട്ട് തിരിച്ചൊരു പണിയും കൊടുത്തു. അവന് തന്നെ കിസ്സും കൊടുത്തിട്ട് പോയി, അത്രേ ഉള്ളൂ. അവരുടെ പ്രശ്നം അവരായിട്ട് തീർക്കും. അതിൽ ചിറ്റി പിടിച്ച് പിന്നെ കേക്ക് കപ്പിൾസ് ആണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഓരോ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കാനാണ് പരിപാടി. എന്റെ പൊന്നു മക്കളെ നിങ്ങൾ വാങ്ങിച്ചോണ്ടേ പോത്തുള്ളൂ. അതെ, ഞാൻ സത്യം പറയുമ്പോഴൊക്കെ കൊള്ളുന്ന. അതിപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലായി ഏതാ സത്യം ഏതാ കള്ളാന്നുള്ളത്. പിന്നെ ഞങ്ങൾക്ക് തോന്നിയ കാര്യം ഞങ്ങൾ അതിന് ആരെ മുഖത്ത് നോക്കിയിട്ടാലും പറയും. ഏതായാലും ക്യാമ്പസ് മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞു ആരാ കള്ളം പറയുന്ന ആരാ സത്യം പറയുന്നത്. ഒന്ന് പോടി മുമ്പേന്ന്. നിന്നെപ്പോലുള്ള കുറെ മറ്റവളുമാര് പോയി പറഞ്ഞ് വിശ്വസിക്കുന്ന ഫ്രണ്ട്സ് അല്ല ഞങ്ങൾക്കുള്ളത്, കേട്ടോ? എന്റെ പൊന്ന് സിന്റ, ഞങ്ങൾ പോയി പറയേണ്ട ആവശ്യമില്ല. അവരൊക്കെ കണ്ണോണ്ട് കണ്ടല്ലേ. പിന്നെ ഇപ്പൊ കളിച്ച ഗെയിമിൽ ഇവിടെ എല്ലാരും ഉണ്ടായിരുന്നു, നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാരും. സോ ഞങ്ങൾ പോയി പ്രത്യേകിച്ച് പറഞ്ഞുണ്ടാക്കേണ്ട ആവശ്യമില്ല. കണ്ണോട്ട് കാണേണ്ടതല്ല, അവര് കണ്ണോട്ട് കണ്ടിട്ടാ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ഡ്രാമ ക്ലീഷൻ കളിക്കേണ്ട ആവശ്യമില്ല. സോ ആ പരിപാടിക്ക് ഞങ്ങളില്ല. കണ്ണോട് കണ്ടത് അവര് വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിച്ചോട്ടെ. അപ്പൊ ബൈ. നീ വാടി. എവളുമാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല, കോളേജ് വരുമല്ലോ, അപ്പൊ അനുഭവിച്ചറിഞ്ഞോളൂ. നീ വാലിനെ. ലൂക്ക, നീ അതൊക്കെ കളയാൻ നോക്കടാ. ഒന്നുമില്ല, അവളുമാർ ഓരോന്ന് പറഞ്ഞ് പിച്ചിമ്പയും പറഞ്ഞിട്ട് പോയെന്ന് വിചാരിച്ച് നീ ഡെസ്പാവല്ലേ. നമ്മൾ എന്തിനാ വന്നതെന്നറിയാലോ, അടിച്ചു പൊളിക്കാനാ. അത് അടിച്ചു പൊളിക്കാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? നീ സെറ്റായിക്കേ. ആര് പറഞ്ഞു ഞാൻ ഓക്കെ അല്ലെന്ന്? ഞാനോക്കെയാ. അർജുനെ, നമുക്കൊരു രണ്ടെണ്ണം കൂടെ അടിച്ചാലോടാ. ഇതോടെ എനിക്ക് കുടിയങ്ങ് നിർത്തണം. വാ. ഇതേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അടിക്കപ്പോ എടുക്കാന്ന് പറഞ്ഞ് പോയിട്ട് ഓവർ ആയിക്കില്ല രണ്ടും. പറഞ്ഞില്ല വേണ്ട, ഞങ്ങള് കിടക്കാൻ പോവാ. നീ അടിച്ചിന്റെ. പിന്നെ നേരത്തെ കാലത്തെ റൂമിൽ പോയി കിടന്നേക്കണം, രാവിലെ ഇവിടെ നിന്ന് തിരിക്കാനുള്ളതാ, അറിയാലോ. എന്നാ ശരി, എന്നാ ഗുഡ് നൈറ്റ്. ബാഡി. നീ എന്തിനാ അങ്ങനെ ചെയ്തേ? ഞാൻ നിന്നോട് പറഞ്ഞല്ലേ അങ്ങനെ ഒന്നും ചെയ്യരുതെന്ന്. നീ എന്തിനാ അവനെ പോയി കിസ് ചെയ്തേ? അവൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് നീ അവനെ തന്നെ പോയി കിസ് ചെയ്യണോ? ഇനി അവനത് വാശി മൂത്ത് വീണ്ടും പ്രശ്നമാവത്തേ ഉള്ളൂ. നിനക്കിത് എന്തിൻ്റെ കേടാ കാശി? പിന്നെ ഞാനെന്ത് ചെയ്യണമായിരുന്നു? മുന്നും അറിഞ്ഞൂടാതെ അവിടെ ഇരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ലാത്ത ഏതിനെങ്കിലും പോയി കിസ് ചെയ്യണമായിരുന്നു. അവനാകുമ്പം എനിക്കിഷ്ടമാണ്. പിന്നെ അവനെൻ്റെ അടുത്ത് താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിഷ്ടമുള്ള ആളല്ലേ എനിക്ക് കിസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അവൻ ഇപ്പം ഞാൻ കിസ് ചെയ്തുകൊണ്ട് വിചാരിച്ചാണ് അവനോടുള്ള വാശി കിസ് ചെയ്തതാണ്. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചൊന്നുമല്ല കിസ് ചെയ്തത്. എനിക്ക് അവനോടുള്ള ആത്മാർത്ഥ സ്നേഹം കൊണ്ട് തന്നെയാണ് ഞാൻ പോയി കിസ് ചെയ്തത്. അവൻ എന്തെങ്കിലും തേങ്ങ വിചാരിക്കട്ടെ, എനിക്കൊന്നുമില്ല. ഇത് തന്നെയാണ് നിൻ്റെ കുഴപ്പം. അവൻ എന്തെങ്കിലും വിചാരിക്കുന്നെങ്കിൽ വിചാരിച്ചോട്ടെ, എനിക്കൊന്നുമില്ല. എടാ, അവൻ വല്ലതും വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാടാ നീ ഒന്ന് സെറ്റാവുന്നേ? അത് ചിന്തിക്കണമെന്നല്ല. ആര് സെറ്റാവും? ഞാനും അവനും നടന്നു തന്നെ. അല്ലെങ്കിലേ ഞാൻ അവന് കണ്ണി നീറെ കണ്ടടിയാം. പിന്നെ പോരാച്ച് സെറ്റാവും. ആയത് തന്നെ. ആ കാര്യം മാത്രം ഈ ജന്മത്തിൽ നടക്കത്തില്ല. എങ്ങനെയെങ്കിലും ഒരു കിസ്സെങ്കിലും വെച്ചല്ലോ, അത് മതി. സ്നേഹിച്ചവനൊരു കിസ് വയ്ക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ചീത്ത പേരൂടെ കിട്ടാതിരിക്കില്ലല്ലോ. അയ്യോ ഇപ്രാവശ്യം ഈ ടൂറിന് വരുമ്പോഴെങ്കിലും അമ്മ പറഞ്ഞ വിട്ടെ അവനോടത് തുറന്നു പറയണത്. എങ്ങനെ പറയാനാ? എന്നെ മുന്നേ കണ്ട അവൻ അടിക്കാനാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ അവനോട് പോയി എന്ത് തേങ്ങയെന്ന് പറയാനാ? ഇപ്പം തന്നെ കണ്ടില്ലേ? നീ ഒന്നും മിണ്ടാതിരുന്നേ, എനിക്കല്ലെങ്കിൽ ചൊറിഞ്ഞു വരിക. ഇനി എന്തൊക്കെ പുകിലാണാവോ നീ പറഞ്ഞ പോലെ കാണിച്ചു കൂട്ടാൻ പോന്നെ? കാണിക്കാനുള്ള ഇനി ആര് തടുത്താലും അവ അവിടെ കിടന്ന് കാണിക്കുക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ എന്തായാലും നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. വരാനുള്ള വഴി തങ്ങില്ല. ലൂക്കയുടെ ക്യാരക്ടറിന് ലൂക്ക നമ്മളോട് പകരം വീട്ടിയിട്ടേ അടങ്ങത്തുള്ളൂ പൊന്നുമോനെ. അത് വിടാൻ നോക്ക്. നീ കയറി കിടക്കാൻ നോക്ക്, ഞാൻ പോയി കിടക്കാൻ പോവാം. രാവിലെ ഇവിടെ നിന്ന് പുറപ്പെടുന്നതെന്ന് സാറ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ശരി എന്നാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എടാ, രാവിലെ ഒന്നെ വിളിച്ചേക്കണേ. അമ്മ അപ്പയും കൂടെ രാവിലെ അമ്പലത്തിൽ പോകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ ചെന്നിട്ട് അവരെന്തോ വീഡിയോ കോളോ എന്തോ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ എണീച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. നീ രാവിലെ വന്ന് വിളിച്ചേക്കണേ. പിന്നെ ശരിടാ, പൊക്കോ. ഞാൻ വന്ന് വിളിക്കാം. എന്നാൽ നീ നിന്ന് താമസിക്കണ്ട, കയറി കിടന്നോ നേരത്തെ. ശരി എന്നാ, ഗുഡ് നൈറ്റ്. കോപ്പ് കിടന്നിട്ടാണെങ്കിൽ ഉറക്കവും വരുന്നില്ല. മൈൻഡ് മുഴുവൻ അവനാണല്ലോ.
ഇതാരാ ഈ ടൈമിൽ എൻ്റെ ഡോറി ഒന്ന് കൊട്ടുന്ന? ഇവൻ കിടന്നില്ലേ? ബീ കാർത്തിക്കോ, എന്താടാ ഈ നേരത്ത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. ഇതാ യവനാ പ്രശ്നം. ലൂക്ക, യവനും അർജുനും കൂടെ ഇത്രയും നേരം അവിടെ ഇരുന്ന് കുടിയായിരുന്നു. ഞാനും ശ്യാമും കൂടെ ചെന്നപ്പോൾ രണ്ടിനും ബോധം എന്ന് പറയുന്ന സാധനമല്ല. ശ്യാം അർജുനെയും കൊണ്ട് അർജുൻ്റെ റൂമിൽ പോയി. ഇവനെയും കൊണ്ട് ഞാൻ ഇവൻ്റെ റൂമിൽ പോയിട്ട് എൻ്റെ പൊന്നു കാശി ഏരിയ പോകാൻ സമ്മതിച്ചിട്ടില്ല. നിന്റെ അടുത്ത് വരണം, നിന്റെ അടുത്ത് സംസാരിക്കണം, നിന്നെ അടിക്കണം, നിന്നെ മാന്തണം, എന്തൊക്കെയാണോ അവൻ പറയുന്നത് എനിക്കറിഞ്ഞൂടാ. നിന്റെ അടുത്ത് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ തൂങ്ങിച്ചാവും, അങ്ങനെ ചാവും, ഇങ്ങനെ ചാവും, അവൻ സൂയിസൈഡ് ചെയ്യും, ഹെഡ് ലാസ്റ്റ് എൻ്റെ പേര് എഴുതി വയ്ക്കും. എൻ്റെ പൊന്നു കാശി, എനിക്ക് ജയിലിൽ പോകാൻ താല്പര്യമില്ല. ഇതാ ഞാൻ ഈ പ്രോപ്പർട്ടി ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ചെയ്തോ, നീ തിന്നേ കൊല്ലേ വളർത്തേ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ പോവാ. ഇതുപോലൊരു മുതൽ വേറെ കാണത്തില്ല. ലൂക്കാണ് പോലും ലോക്ക. എന്റെ കുഞ്ഞോ, ശരിടാ, എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ പോവാണേ. അല്ല എടാ കാർത്തിക, അയ്യോ ലൂക്ക, നീ ഓക്കെ അല്ലേ? നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? അല്ല നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞേ? എന്നെ വിടടാ. അതിന് നിന്നെ ആര് കാണണമെന്ന് പറഞ്ഞ? എനിക്ക് നിന്നെയല്ല കാണണ്ടേ. എൻ്റെ ചുണ്ടിനെ ചുംബനങ്ങളാൽ വർണ്ണപുഷ്പ പുരോഗമനമാക്കിയവൻ. എവിടെ അവൻ? അവനെ വിളി. എനിക്ക് അവനോട് സംസാരിക്കണം. ഓഹോ, അപ്പം അത് ചോദിക്കാനുള്ളവരൊക്കെ തന്നെയാണ്. അവൻ തന്നെയാണ് ഞാൻ തന്നെയാണ് നീ കാണാൻ വന്ന കാശിന്നത്. പറഞ്ഞോ, എന്താ പറയാനുള്ള? നീയാണവൻ. എന്തിനാ എന്നെ ഉമ്മ വെച്ച പറ. അല്ലേ, നമുക്ക് കുളിച്ചിട്ട് സംസാരിക്കാം. അപ്പം എനിക്ക് മൂട് വരും, എൻ്റെ അടുത്ത് അടി കൂടാനുള്ള മൂടും എനിക്ക് വരും, എനിക്ക് നിൻ്റെ അടുത്ത് അടിയുള്ള ബോധവും വരും. അല്ലാതെ പിന്നെ സംസാരിച്ചാലേ ഒന്നും ക്ലിയർ ആവില്ല. നമുക്ക് കുളിച്ച് സംസാരിക്കാമേ. വാ കുളിക്കാം. അത് നല്ല ഉചിതമായ തീരുമാനം. വാ, ഞാൻ നിൻ്റെ റൂമിൽ കൊണ്ടാക്കാം. നീ അവിടെ നിന്ന് കുളിച്ച് ഉറങ്ങി രാവിലെ എണീച്ച് കഴിഞ്ഞിട്ട് നീ ഒന്ന് നല്ല ഓക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാം. വാ കൊണ്ടാക്കാം. അതൊന്നും ശരിയാവും. റൂമിൽ പോകാൻ പറ്റില്ല. റൂമിൽ പോയാൽ അവിടെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എന്നെ കുളിപ്പിക്കാനൊന്നും ആരും ഇല്ലല്ലോ. വരാകുമ്പോൾ നീ ഉണ്ടല്ലോ. നീ ഉമ്മ വെച്ചാ അപ്പം നീ എന്നെ കുളിപ്പിക്കണം. നീ എന്നെ ഉമ്മത്തിനെ കൈവി കളയണം. നീ കുളിപ്പിച്ചാൽ മതി. ബാ ബാ, നീ എന്നെ കുളിപ്പിച്ചാൽ മതി. എന്നിട്ട് എനിക്ക് കുളിച്ച് കഴിഞ്ഞ് നിൻ്റെ അടുത്ത് സംസാരിക്കും. ബാ 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 ബാ. അയ്യോ, ഇവൻ തൊലയിലായല്ലോ. എൻ്റെ പൊന്നു ലൂക്ക, ഞാൻ നിൻ്റെ റൂമിൽ കൊണ്ടാക്കാം. രാവിലെ നീ ഇവിടെ കിടക്കുന്നതാണ് നീ തന്നെ കണ്ട പ്രശ്നമാവും. അതുകൊണ്ടാണ് പറയുന്നത്. പ്ലീസ് വാ, വെറുതെ എന്തിനാ ഒരു ഇഷ്യൂ. നീ വാ, ഞാൻ നിന്നെ കൊണ്ടാക്കാം. വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. നിനക്ക് ഇപ്പം എന്നെ കുളിപ്പിക്കാൻ പറ്റുമല്ലേ? ഇല്ലെങ്കിൽ ഞാൻ പോവും. നീനെ കൊണ്ടെന്നാക്കാനുള്ള ബോധക്കേടൊന്നും എനിക്കില്ല. സ്വന്തമായിട്ട് പറയാം കേട്ടോ. നീ എന്നെ കുളിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഞാൻ പ്രശ്നം ഉണ്ടാക്കും. അതാണോ നീ ആയിട്ട് എന്നെ കുളിപ്പിച്ച് മര്യാദയ്ക്ക് എനിക്ക് ബോധം വരുത്തി നിൻ്റെ മുമ്പിൽ കൊണ്ടിർത്തി എനിക്ക് നിന്നോട് കണ്ട് സംസാരിക്കണം. ഓ ദൈവമേ, അതിനും വേദം ഞാൻ വല്ല പാണ്ടിലോറിക്കും തല വയ്ക്കുന്നേ നല്ലത്. നീ വാ, നിന്നെ ഇപ്പോൾ കുളിപ്പിക്കണം. അത്രയല്ലേ ഉള്ളൂ. ഞാൻ കുളിപ്പിച്ചു തരാം. വാ വാ. പിന്നെ ഒരു കണ്ടീഷൻ, രാവിലെ എണീച്ചിട്ട് ഇതെല്ലാം ഓർത്തിട്ട് എന്നെ ഇരുന്ന് വല്ലതും പറഞ്ഞാലാണോ എൻ്റെ ഇത് ഇടിയും വാങ്ങിച്ചോണ്ട് നീ പോകത്തുള്ളൂ. പറഞ്ഞില്ലാന്ന് കണ്ട. ഇതുമേ സെലവാട്ടെ. പ്രാമിഷ്. എന്നെ വിടടാ. ഞാനിവിടെ ഇരുന്നോട്ടെ. നീ എന്തിനാ ഇത്ര ഹാൻസമായത് മിസ്റ്റർ കാശിനാഥ് വർമ്മ? ഓ, അപ്പം ഹാൻസാവാ തോന്നി ഹാൻസായി. നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ പോടാ, നീ മാറങ്ങോട്ട്.
അതോ ലൈറ്റ് 1 2 ഇവൻ്റെ കാര്യം. ഹായ്. അയ്യോ എവിടെയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കുക എൻ്റെ പൊന്നു ലൂക്ക. എനിക്കിരിക്കറിയാം, നീ വന്ന് എന്നെ ഇരുത്തണമെന്നില്ല കേട്ടാ. നീ എന്തിനാ ഉമ്മ വെച്ചിന് പറ. ഓ നിനക്കിപ്പോൾ ഇത് എന്തിൻ്റെ കേട്ടാ? നീ എന്തിനിപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നേ? നിനക്ക് കുളിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അല്ല, എനിക്കിപ്പോൾ അതറിഞ്ഞാലേ കുളിക്കാൻ പറ്റൂ. നീ എന്തിനാ ഉമ്മ വെച്ചേ പറ. തോന്നിയിട്ടും നീ ഉമ്മ വയ്ക്കൂടാ. ഓ ഇവൻ്റെ കാര്യം. തോന്നിയമ്മ വയ്ക്കുന്ന കാര്യത്തിൽ ദൈവമേ ഉള്ള കൺട്രോളോടി പോവാണല്ലോ. നീ ഉമ്മ വെച്ചിട്ട് മാറി എന്തിനാ? ഇവിടെ പോടോ. നിനക്കാൽ നന്നായിട്ട് എനിക്ക് വയ്ക്കാറിയാം. കാണണോ? കാണിച്ചു തരാവേ, കാണിച്ചു തരാം. ദലൂക്ക, എൻ്റെ വായിന്ന് പോലും കേൾക്കരുത്. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളും കാണിച്ചുകൊണ്ട് നിൽക്കണം. നീ കുളിക്കാൻ നോക്ക്. നീ കുളിക്കണ്ടെങ്കില്ല. നീ എന്തിനാ ഉമ്മ വെച്ചിന് വരാ? എനിക്കതറിഞ്ഞാൽ മതി. ഞാൻ നിന്നോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അതാ ചോദിച്ചു നീ എന്ത് പറഞ്ഞു? ഇവനെന്ത് ഹോട്ട. നിനക്കൊന്നും പറയാൻ പറ്റൂല. വെൺശില കൊണ്ടു മെനഞ്ഞതുപോലൊരു സുന്ദരി നിൻമണിമാരത്ത് കണ്ണുകളെന്തിനുടക്കി വലിക്കണ ചൂണ്ടകളായി നിൻചാരത്ത് മായും മെല്ലെ വീശി നല്ലൊരു പൂത്താലിയുമായി കൺമണി പൊന്മുത്ത് ചാന്ത് കുടഞ്ഞൊരു സൂര്യമാനത്ത് പൊട്ടു തീരത്ത് നിൻചുളു നിശ്വാസത്തിൽ കാറ്റത്ത് എന്നിലെ എന്നെ അറിഞ്ഞീ ഇതിൽ ഞാൻ എന്താ അമ്മേ ചെയ്തേ? രാവിലെ എണീച്ചപ്പോൾ നിങ്ങളുടെ കാർ ആക്സിഡൻ്റ് ആയിരുന്നു, നിങ്ങളുടെ ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞു. ഞാനും അബിയും അപ്പം തന്നെ അങ്ങ് വന്നു. അവ എണീറ്റപ്പോൾ എന്നെ കണ്ടില്ല. അതെൻ്റെ കുറ്റാണോ? അതെൻ്റെ കുറ്റാണോ? അവനെ ഞാൻ ഒരുപാട് വിളിച്ചതാ പറയാനായിട്ട്, പക്ഷെ അവൻ എണീറ്റില്ല. പിന്നെ ഞാൻ അവനോട് എന്തു പറയാനാ? നിങ്ങൾ പോയതോടുകൂടി വീട് ജപ്തിയായി, ഉണ്ടായിരുന്ന സ്വത്തുക്കളൊക്കെ പോയി. പിന്നെ ഞാൻ അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെ കോളേജിൽ പോകാനാ? ഇതൊക്കെ ഞാൻ അവനോട് എങ്ങനെ പറയാനാ ആ സാഹചര്യത്തിൽ? അതൊന്നും എന്താ അവൻ മനസ്സിലാക്കാത്ത? ഇന്നും പറയണമെന്ന് വിചാരിക്കുമ്പോഴും പറയാൻ വേണ്ടി പോകുമ്പോഴൊക്കെ
അവ എന്നെ തിന്നാൻ നിൽക്കുക അമ്മ. പിന്നെ ഞാൻ എന്തെന്ന് അവനോട് പറയാനാ? ഡാ, നീ എന്താ മാനത്തോട്ട് നോക്കി നിന്റെ തന്ത ചപ്പ ദിവസത്തിന്റെ എണ്ണ എടുക്കുകയാണോ?